നമസ്കാരം. കേരളപ്പിറവി ദിനത്തോടനുബന്ധിച്ച് തന്നെ എല്ലാ കണ്ടസ്റ്റൻറ്റിനും വേണ്ടിയിട്ടൊരു ക്വസ്റ്റ്യനെയർ പോലെ നടത്തിയിട്ടുണ്ടായിരുന്നു ലാലേട്ടൻ. അതിലെല്ലാ കണ്ടസ്റ്റൻറ്റും അനീഷിന് നല്ല നോളജൊക്കെ ഉണ്ട്. അതുപോലെ സാബു മോനും പറഞ്ഞിട്ടുണ്ടായിരുന്നു ആൻസേഴ്സൊക്കെ. എന്നാൽ മിക്കുള്ളവരും തോറ്റു പോവുകയാണ് ചെയ്തത്. കേരളത്തെക്കുറിച്ച് ഒന്നും തന്നെ അറിയത്തില്ല ആർക്കും. അനുമോൾക്കൊക്കെ ആണെങ്കിൽ ഒന്നും അറിയത്തില്ല. അനുമോൾ സംസ്കൃതമാണ് പഠിച്ചതെന്നാണ് പറയുന്നത്. അതായത് ഒരു ക്വസ്റ്റ്യന് പോലും അനുമോൾ ആൻസർ പറഞ്ഞിട്ടില്ല. ലാലേട്ടൻ ചോദിക്കുകയുണ്ടായി, സംസ്കൃതമല്ലേ പഠിച്ചത്, എന്നിട്ട് പോലും അറിയില്ല. നമ്മുടെ വിദ്യാഭ്യാസ മന്ത്രി ആരാണെന്ന് കൂടി അറിയില്ല. എനിവേയ്സ്, എന്തായാലും ലാലേട്ടന് തന്നെ അവിടെ സ്റ്റോപ്പ് ചെയ്യുകയാണ് ചെയ്തത്. കാരണം ആർക്കും ഒന്നും അറിയത്തില്ല. എന്താണ് കേരളപ്പിറവി ദിനം എന്നുകൂടി പോലും അറിയാത്ത കണ്ടസ്റ്റൻ്റ് ആയിരുന്നു ഇതിനുള്ളിലേക്കുള്ളത്. പിന്നെ എല്ലാവരെയും അങ്ങനെ പറഞ്ഞിട്ട് കാര്യമില്ല. പലർക്കും പലതും അറിയത്തില്ലല്ലോ. എല്ലാം അറിയുന്നവരല്ലല്ലോ. എനിവേയ്സ്, എന്തായാലും ഒന്നും അറിയത്തില്ലെങ്കിൽ കൂടുതൽ അത് ഭയങ്കര ഒരു എൻ്റർടൈനർ ആയിരുന്നു ആ ക്വസ്റ്റ്യനെയർ എന്ന് തന്നെ പറയാം. കാരണം അത്രമാത്രം അവരുടെ മറുപടി കേട്ടിട്ടായാലും നമ്മൾ ചിരിച്ച് പോവും. കാരണം അത്രയ്ക്ക് നല്ലൊരു എൻ്റർടൈൻമെൻ്റ് ആയിരുന്നു എന്ന് തന്നെ പറയാം. എനിവേയ്സ്, അവസാനം ലാലേട്ടൻ എല്ലാ ക്വസ്റ്റ്യനും മടക്കി താഴെ വെച്ചിട്ടൊരു നിപ്പ് നിന്നു. എന്താണ് പറയുക, നെവിനാണെങ്കിൽ ഏറ്റവും വലിയ കൊടുമുടി ഏതാണെന്ന് ചോദിച്ചപ്പോൾ തന്നെ പറഞ്ഞത് നെടുമുടി എന്നാണ് പറഞ്ഞത്. അതൊക്കെ എന്താ പറയുക. പിന്നെ നെവിന് കുറച്ച് ഓവറായിരുന്നു എന്ന് ചോദിച്ചാൽ ഓവറാണെന്ന് തന്നെ പറയാം. എന്തായാലും ലാസ്റ്റ് വീക്ക് എത്തിയല്ലോ. ഇനി എന്തായാലും ആര് കപ്പടിക്കുമെന്ന് നോക്കി കാണാം. ഇവരുടെ ആൻസർ കൊണ്ട് ലാലേട്ടനെ പോലും ചിരി നിർത്താൻ കഴിഞ്ഞില്ല. കാരണം അത്രത്തോളം നല്ല ആൻസേഴ്സായിരുന്നു അവരുടെ ഭാഗത്തു നിന്നും ഉണ്ടായിരുന്നത്.